നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും സിപിഎമ്മിൽ നിന്ന് ആളെ എത്തിക്കാൻ യുഡിഎഫ് കേന്ദ്രങ്ങളുടെ ശ്രമമെന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്ത്. കണ്ണൂർ ജില്ലയിലെ മുതിർന്ന സിപിഎം നേതാക്കളിൽ ഒരാളായ സി.കെ.പി. പത്മനാഭനെയാണ് ഏറ്റവുമൊടുവിൽ കോൺഗ്രസ് മറുചേരിയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയിടുന്നതെന്നാണ് ലഭ്യമായ വിവരം. സി.കെ.പി. പത്മനാഭനുമായി മുൻ കെ.പി.സി.സി. അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ. സുധാകരൻ എം.പി. കൂടിക്കാഴ്ച നടത്തി. സി.കെ.പി. പത്മനാഭന്റെ വീട്ടിലെത്തിയാണ് കെ. സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയത്. ഇതോടെയാണ് ഐഷ പോറ്റിക്ക് ശേഷം വലതുനിരയിലേക്ക് അടുക്കുന്ന സിപിഎം നേതാവ് എന്ന നിലയിൽ സി.കെ.പിയുടെ പേര് ഉയർന്നുവരുന്നത്. ഇരുവരും ചർച്ച നടത്തുന്നതിന്റെയും കൂടിക്കാഴ്ചയുടെയും ചിത്രങ്ങളുൾപ്പെടെ പുറത്തുവന്നിട്ടുണ്ട്. സൗഹൃദ സന്ദർശനം മാത്രമാണുണ്ടായതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഉൾപ്പെടെ അറിയിക്കുന്നത്. എന്നാൽ ഏറെക്കാലമായി പാർട്ടിയുമായി ഇടഞ്ഞുനിൽക്കുന്ന സി.കെ.പി. പത്മനാഭനെ യുഡിഎഫിലേക്ക് ക്ഷണിച്ചതായാണ് വിവരം. കോൺഗ്രസിൽ സ്ഥാനം നൽകി ജില്ലയിൽ ഇടതുമുന്നണിയിൽ നിന്ന് പ്രമുഖനെ എത്തിക്കുക എന്നതാണ് നിലവിൽ കോൺഗ്രസ് ലക്ഷ്യം. എം.എൽ.എ. ആയി ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്നെങ്കിലും അടുത്തകാലത്തായി സിപിഎമ്മുമായി അകന്നുകഴിയുകയാണ് സി.കെ.പി. പത്മനാഭൻ. 2006 മുതൽ 2011 വരെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നും എം.എൽ.എ. ആയിരുന്ന സി.കെ.പി. പത്മനാഭൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന സിപിഎം നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരിക്കെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ചുകൊണ്ട് 2011 സെപ്റ്റംബറിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ പിന്നീട് മാടായി ഏരിയ കമ്മിറ്റിയിലേക്ക് തിരികെ എടുത്തെങ്കിലും 2024 സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇക്കാലയളവിലൊക്കെയും പാർട്ടിയുടെ പ്രധാന വിമർശകരിലൊരാൾ എന്ന നിലയിലായിരുന്നു സി.കെ.പി. പത്മനാഭൻ പ്രവർത്തിച്ചിരുന്നത്. അവസാനമായി ഏരിയ കമ്മിറ്റിയിൽ നിന്നുകൂടി തഴഞ്ഞതോടെ അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്ന കിംവദന്തികൾ പരന്നിരുന്നെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളുണ്ടായിരുന്നില്ല. കർഷക സംഘത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് സംഘടനയുടെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു പാർട്ടി അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം. എന്നാൽ ഇത്രയും വലിയ തുക ഒരിക്കലും താൻ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. തുടർന്ന് പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കൾക്ക് നേരെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. 20 ലക്ഷം രൂപ പിൻവലിച്ചത് ഇ.പി. ജയരാജനും കെ.ജി. രാമകൃഷ്ണനും ചേർന്നാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. മാത്രമല്ല, തന്റെ പേരിലുള്ള നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് 15 പ്രാവശ്യം പാർട്ടിക്ക് അപ്പീൽ നൽകിയെങ്കിലും ഒരിക്കൽ പോലും അനുകൂല പ്രതികരണം അദ്ദേഹത്തിനെ തേടിയെത്തിയിരുന്നില്ല. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസുമായും വലതുമുന്നണിയുമായും അദ്ദേഹം കൂടുതൽ അടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കര എം.എൽ.എ. ആയിരുന്ന ഐഷ പോറ്റി പാർട്ടി വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്നത്. ഇതൊരു വിസ്മയമാണെന്നും തുടർന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമെന്നുമായിരുന്നു യുഡിഎഫ് ചൂണ്ടിക്കാട്ടിയത്.